അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു. ആ ദിവസമാണെങ്കിൽ തീരെ കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ ഒരു 3-4 ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് വെറൈറ്റിയിൽ ഉണ്ടാക്കിയാലോ? അവ കഴിക്കുമോ എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞി മക്കളെയൊക്കെ കഴിപ്പിക്കാനായിട്ട് ഒരു വല്ലാത്ത ടാസ്ക്കാണ് കേട്ടോ. അപ്പം നമ്മുടേതായ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ ഞങ്ങളെ അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താ ഒരു 4-5 ഇഡ്ഡലി ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു വെറൈറ്റി ഒന്ന് ഉണ്ടാക്കാം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ കാണുമ്പോഴത്തേക്കിന് മനസ്സിലാവും. ഇഡ്ഡലിയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒരു 3-4 ഇഡ്ഡലി ഉണ്ടായിരുന്നു. കണ്ടോ, പീസാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കടുക് ഇട്ടു കേട്ടോ. ആദ്യ സാധനം ഇടയ്ക്ക് അവിടെ ഡിഷും വെക്കാൻ വന്നിരിക്കുക കേട്ടോ. ഈ ലൈറ്റർ അവന് വെടിവെക്കുന്ന ഗണ്ണാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. എന്നിട്ട് അപ്പുറത്ത് അരി വെച്ചിട്ടുണ്ട്. അതിനകത്തെടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുത്തക്കേടല്ലാതെ വേറൊന്നുമില്ല. ഇവനെ ഒന്ന് കഴിപ്പിക്കാനായിട്ടാണ് ഈ പെടാപ്പാട് വിടുന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ തനൂട്ടിയും അവിടെ നിന്ന് കരച്ചിട്ട് തുടങ്ങി. അങ്ങനെ അവളെ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാൻ എടുത്ത് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടു കേട്ടോ. എന്നിട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കൊച്ചുള്ളി ഒന്ന് വഴണ്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ കൊച്ചുള്ളി ഒന്ന് റെഡ് കളർ ആകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു ശകലം മഞ്ഞൾ പൊടിയും ഒരു ശകലം ചിക്കൻ മസാലയുടെ പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇടാം, പിന്നെ വറ്റൽമുളക് ഇടാം, കരിവേപ്പിലേക്ക് ഇടാം. അത് പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഈ ആദൂസിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം ചിക്കൻ മസാലയുടെ പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല. ചിക്കൻ മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരു ശകലം. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാനിങ്ങനെ മിക്സ് ചെയ്യുവാണ്. ഈ ഒരു മിക്സിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലി പീസാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ ചിക്കൻ മസാല ശകലവേ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഈ കുറച്ച് മാത്രം കളർ വന്നത്. നമ്മൾ ഏറെ ഇടുവാണെങ്കിൽ നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ എണ്ണയിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മൂക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ടല്ല, ഒരു ലൈറ്റായിട്ടൊരു മൂപ്പ്. എന്നിട്ട് ഞാൻ ഇത് പ്ലേറ്റിനകത്ത് വെച്ചിട്ട് ആദൂസിനോട് കഴിക്കാൻ പറഞ്ഞപ്പം അവ കടപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കാതെ ഇത് പാലും കുപ്പിയായിട്ട് സോഫയുടെ മുകളിൽ കയറുവാണ് കേട്ടോ. എന്തിയേന ഞാനുണ്ടാക്കിയതല്ലേ, വെറുതെ കളയാൻ പറ്റുമോ? ഞാനും കുഞ്ഞേച്ചിയും കൂടെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.